ഓണം എക്സാമിന് മക്കൾക്ക് സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എല്ലാവർക്കും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇഷ്ടമല്ല അല്ലെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കും. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ പെർപെൻഡിക്കുലർ കോഡ്സ് ഓഫ് ദി സർക്കിൾ. ചിത്രത്തിലെ വൃത്തത്തിൽ എ ബി സി ഡി പരസ്പരം ലംബമായ ഞാനുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ പി സി എന്ന് പറഞ്ഞ ആർക്കും ബി ക്യു ഡി എന്ന് പറഞ്ഞ ആർക്കും ചേർത്ത് വെക്കുമ്പോൾ ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തം കിട്ടണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ പി സിയും ബി ക്യു ഡിയും ചേർത്ത് വെക്കുമ്പോൾ അർദ്ധവൃത്തം കിട്ടണം. ശരിക്കും പറഞ്ഞാൽ ഈ സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്താ? സെൻട്രൽ ആംഗിൾ എത്രയാ? ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി നമുക്കറിയാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ സി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും സെന്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഇപ്പൊ സപ്പോസ് O എന്ന് കൊടുത്താൽ എ ഒ സിയും ബി ക്യു ഡി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും അതായത് സപ്പോസ് ബി ഒ ഡിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ എത്ര ഇടണം? 180 ഡിഗ്രി ഇടണം. ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ ഡിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കുന്നതിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എയും ഡി ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിഗറിൽ ചെറിയൊരു മാറ്റം, ജോയിൻ എ ഡി. ആ എ ഡി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ആംഗിൾ ഡിക്ക്, ഈ ഡിക്ക് എക്സ് എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ പറ ആംഗിൾ ഡി ഈക്വൽ ടു, ഇഫ് ആംഗിൾ ഡി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എത്ര മക്കൾക്ക് ആംഗിൾ എ ഒ സി ഗസ് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാന്നല്ല, നമ്മുടെ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് കണ്ടവർക്ക് അറിയാം. ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ പകുതിയാണ് തന്നിട്ടുള്ളത് എന്ത്? എക്സ്. അപ്പൊ അതിന്റെ ഇരട്ടി ആയിരിക്കും നമ്മുടെ സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എ ഒ സി. എത്രയായിരിക്കും? എക്സിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x അല്ലേ വരിക? ഈസി അല്ലേ? അപ്പൊ ഇത് 2x കിട്ടി. ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. സിമ്പിളാ. അപ്പൊ ആംഗിൾ എ ഒ സി കിട്ടി. എ പി സി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എ ഒ സി കിട്ടി. ഇനി ബി ക്യു ഡി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള ബി ഒ ഡി എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ശരിക്കും ബി ഒ ഡി എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ നോക്കിയേ, ബി ഒ ഡി എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഈ കാണുന്ന ആംഗിൾ അല്ലേ? അല്ലെങ്കിൽ ഞാൻ തിരിച്ചും പറയാം, ആംഗിൾ എ അറിയാമെങ്കിൽ അതിന് ഡബിൾ ആയിരിക്കും ബി ഒ ഡി എന്നും പറയാം. അപ്പൊ ആംഗിൾ എ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു റൈറ്റ് ട്രയാംഗിൾ ഇവിടെ കാണാം അല്ലെ? ഈ ഒരു ആംഗിൾ 90 ആയതുകൊണ്ട് ഈ ഡി ആർ എ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എ ആർ ഡി എന്ന് പറഞ്ഞ റൈറ്റ് ട്രയാംഗിൾ സാർ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. ഈ കാണുന്ന ആംഗിൾ ഓൾറെഡി നമ്മൾ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളതാണ്. ഒരു ട്രയാംഗിൾ രണ്ട് ആംഗിൾസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. വിച്ച് മീൻസ് ആംഗിൾ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾ കൂടി കൂട്ടുമ്പോൾ 180. രണ്ട് ആംഗിൾസ് നമുക്ക് അറിയാം. മൂന്നാമത്തെ ആംഗിൾ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 180ൽ നിന്ന് നമുക്ക് അറിയുന്ന രണ്ട് ആംഗിൾസിന്റെ സം എടുത്ത് കുറച്ചാൽ മതി. ഒരു ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾ 60ഉം 50ഉം. മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും വരിക? 60ഉം 50ഉം കൂടി കൂട്ടുക 110 കിട്ടും. 180 110 കുറച്ച് കഴിഞ്ഞാൽ 70 ആയിരിക്കും മൂന്നാമത്തെ ആംഗിൾ. സിമ്പിൾ ലോജിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ ഡി എക്സ് എന്ന് അറിയാം, ആംഗിൾ ആർ 90 ഡിഗ്രി എന്ന് അറിയാം. 180 എന്നാണ് മൈനസ് ചെയ്യുക, അവരുടെ സം കിട്ടാം. സോ 90 പ്ലസ് എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 180 മൈനസ് 90 മൈനസ് ഓഫ് പ്ലസ് എക്സ് മൈനസ് എക്സ്. സോ നമുക്ക് ആംഗിൾ എ കിട്ടി. എത്രയായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. ആംഗിൾ എയുടെ ഡബിൾ ആയിരിക്കും ആംഗിൾ ബി ഒ ഡി. അതാണ് നമ്മൾ പറഞ്ഞത്. സോ ദർഫോർ ആംഗിൾ ബി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ആംഗിൾ എ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെ. അപ്പൊ 2 ടൈംസ് 90 മൈനസ് എക്സ് അല്ലേ കിട്ടിയത്? യെസ്. 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 മൈനസ് 2x എന്ന് കിട്ടി. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 180 മൈനസ് 2x ആണ് ആംഗിൾ ബി ഒ ഡി. ആംഗിൾ എ ഒ സിയും അതുപോലെ ആംഗിൾ ബി ഒ ഡി ഒന്ന് കൂട്ടി നോക്കിയാലോ? ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 2x ആണ് കിട്ടിയിട്ടുള്ളത്. ആംഗിൾ ബി ഒ ഡി 180 മൈനസ് 2x ആണ് കിട്ടിയിട്ടുള്ളത്. ആഡ് ചെയ്യുമ്പോൾ 2x ക്യാൻസൽ ആയി. 2x മൈനസ് 2x 0 ആയിട്ട് പോയി. ഫൈനലി 180 ഡിഗ്രി എന്ന് തന്നെ കിട്ടി. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? അത് തന്നെ കിട്ടി. മനസ്സമാധാനമായിട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എഴുതാം. ഒരു ചോദ്യം, ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ്ട് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതേ മോഡൽ ചോദ്യം. ഈ പ്രാവശ്യവും ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ മക്കൾക്കും ഇത് മനസ്സിലായെങ്കിൽ മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി, നേരെ ഓപ്പോസിഷനിലാക്കുന്ന ആംഗിൾ എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഏത് ആംഗിൾ വരെ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ.